ദൈവത്തിന് സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ടതായ പകലിനായി വലിയവനായ ദൈവത്തെ സ്തുതിക്കുന്നു. Praise God. I thank God for this blessed morning. നാം കടന്നു വന്നതായ സമയം മുതൽ ഇത്രത്തോളം ദൈവികമായ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുവല്ലോ. Until this time we have been experiencing the presence of the Lord. അനുഗ്രഹിക്കപ്പെട്ടതായ സങ്കീർത്തന ഭാഗങ്ങളെ കർത്താവ് തന്റെ ദാസനിൽ കൂടി നമുക്ക് നൽകി തന്നു. Through his servant God has given us a blessed psalm. അനുഗ്രഹിക്കപ്പെട്ടതായ ഗാനങ്ങൾ പാടി കർത്താവിനെ ആരാധിപ്പാൻ അവിടുന്ന് ബലപ്പെടുത്തി. And we sang very blessed songs as well. പ്രൈസ് ആൻഡ് വർഷിപ്പ് ടീമിനെ ഓർത്ത് ഞാൻ വലിയവനായ ദൈവത്തെ സ്തുതിക്കുന്നു. I thank and praise God for the praise and worship team. പുതിയതും പഴയതുമായ ഗാനങ്ങൾ പഠിച്ച് വിവിധ ഭാഷകളിലുള്ളതായ പാട്ടുകൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് ഓരോ ആഴ്ചയും അവർ ഈ വേദിയിൽ വന്ന് പാടുന്നത് അതിൻ്റെ പിൻപിൽ കഠിനാധ്വാനമുണ്ട്. ആ കഠിനാധ്വാനത്തിന് അതിലെ ഓരോ ഭാഗഭാഗങ്ങളായ ഓരോരുത്തരെയും കർത്താവ് ധാരാളം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. And for the worship team, they come and prepare very diligently every week songs old and new of various languages, and all of that takes work, so may the Lord continue to bless them. തുടർന്ന് ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം നമ്മോട് ഇടപെടുമാറാകട്ടെ. And let us be in an attitude of prayer and let the Holy Spirit speak to us this morning. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സംസാരിച്ചതായ വിഷയം നമ്മുടെ കർത്താവിന്റെ ജനനത്തോടുള്ളതായ ബന്ധത്തിലുള്ള ചില കാര്യങ്ങളായിരുന്നു. Last time I spoke to you on the birth of Christ. ഇന്നും വളരെ ലളിതമായ ചില ആശയങ്ങൾ ദൈവജനവുമായിട്ട് പങ്കുവെക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. And also I want to continue to share that very simple topic with you today. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 8 മുതൽ 12 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. Let us go to Luke chapter 2 verses 8 through 12. ദൈവത്തിന് സ്തോത്രം. നമ്മൾ അനേക പ്രാവശ്യം വായിച്ചിട്ടുള്ള ഭാഗമാണ്. This is a passage that we have read many times. കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിലും കർത്താവിൻ്റെ ജനനത്തോടുള്ള പല ചോദ്യങ്ങൾക്കും അനേക വിശ്വാസികൾക്കും നേരെ ചൊവ്വേ മറുപടി പറയുവാൻ ഉത്തരം നൽകുവാൻ പലരും അതിന് കഴിയുന്ന അവസ്ഥയിലല്ല. Even though this is a very familiar passage to us, many believers are not in a state of mind where they can answer questions readily about the birth of Christ. അതിന്റെ കാരണം ഈ ജനനത്തോടുള്ള ബന്ധത്തിൽ നിരവധി ഐതിഹ്യങ്ങൾ, കെട്ടുകഥകൾ, സഭാപാരമ്പര്യത്തിൽപ്പെട്ടതായ പല വിഷയങ്ങൾ, അതുപോലെ പലരുടെയും ഭാവനാവിലാസത്തിൽ ഉടലെടുത്ത പല കാര്യങ്ങളും എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് അറിയാത്ത നിലയിലാണ് പലരുമായിരിക്കുന്നത്. And the reason why not many people can answer straight about the birth of Christ is the birth of Christ many times is tangled up in traditions and church traditions and fables and myths and imaginations, and all of that gets mixed together and becomes very confusing for people to understand. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സംസാരിച്ചതും ഇന്ന് ഞാൻ സംസാരിക്കുവാൻ പോകുന്നതുമായ ഈ രണ്ട് സന്ദേശങ്ങൾക്കും ആധാരം എനിക്ക് പ്രേരണ നൽകിയതായ വാക്യം ഇന്ന് വായിച്ച അധ്യായത്തിൻ്റെ 11-ാം വാക്യമാണ്. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. And the verse that gave me the inspiration to talk about this is verse 11. For there's born to you this day in the city of David a savior who is Christ the Lord. ഇതിന്റെ പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും നല്ലതുപോലെ അറിയാം. We know the background of this very well. ബേത്ലഹേമിലെ ഒരു കുന്നിൻ ചെരിവിൽ കുറെ ഇടയന്മാർ അവരുടെ ആട്ടിൻകൂട്ടങ്ങൾക്ക് കാവൽ കിടക്കുകയാണ്. And so we see in the region of Bethlehem, the town of Bethlehem, there are some shepherds that are tending to their flock. യഹോവയുടെ ദൂതൻ അവിടെ പ്രത്യക്ഷപ്പെട്ട് ഒരു സന്ദേശം നൽകുന്നു. And we see the angel of the Lord appear and give them a message. അതിന് പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. And the message is this: there is born to you this day in the city of David a savior who is Christ the Lord. പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തെ ഹേമിച്ചതായ ആ ഭാഗം എന്ന് പറയുന്നത് ഈ ദൂതൻ വന്ന് പറഞ്ഞത് വാസ്തവത്തിൽ കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ
സകല മനുഷ്യവർഗത്തിൻ്റെയും രക്ഷയ്ക്കായി ജനിച്ചിരിക്കുന്നു എന്നാണ് ദൂതൻ പറയേണ്ടത്. And so what struck me about this, what the angel should have been saying is, for there is born to you this day in the city of David a savior for all of mankind. പക്ഷെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചേച്ച ഈ ദൂതൻ പറയുകയാണ്, ഇന്ന് ദാവീദിന്റെ പട്ടണങ്ങളിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. But instead of saying that, the angel says, this day in the city of David is born to you. ഈ ഇടയന്മാരെന്ന് പറയുന്ന അവർ വളരെ താഴേക്കിടയിലുള്ളവരാണ്. And we see these shepherds, they're of the very lower class. പക്ഷേ സകല ലോകത്തെയും മറന്ന് ദൂതൻ പറയണേ, ഇന്ന് നിങ്ങൾക്കായി ദാവീദിന്റെ പട്ടണത്തിൽ കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ജനിച്ചു. എന്താണ് അതിന്റെ കാരണം? But on behalf of the entire world, these shepherds are hearing the message of the angel saying to him, unto you is born. ഇന്ന് പകൽക്കാലം ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഈ ചോദ്യത്തിന് ഉത്തരമാണ്. ബേത്ലഹേമിൽ ജനിച്ച കർത്താവിനെ ആദ്യം സന്ദർശിക്കുവാനുള്ള ഭാഗ്യപദവി എന്തുകൊണ്ട് ബേത്ലഹേമിലെ കുറെ ഇടയന്മാർക്ക് ലഭിച്ചു? And so the topic of my message to you today is, why were a few shepherds of Bethlehem given the privilege of ministering or seeing the birth or the new baby Jesus? കർത്താവിന്റെ ജനനത്തോടുള്ളതായ ബന്ധത്തിൽ നിരവധി ഐതിഹ്യങ്ങളുണ്ട്. There are many types of thoughts and teachings on the birth of Christ. മനുഷ്യന്റെ ഭാവനയിൽ പൊട്ടിവിടർന്ന പലതും ഇതിനോട് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. And so from man's imagination a lot of teachings were added on. ഉദാഹരണമായിട്ട് നമുക്കറിയാം, 3 വിദ്വാൻമാര് കർത്താവിനെ കാണാൻ വന്നു എന്ന് നമ്മൾ നിരവധി ഈവൻ പ്രസംഗത്തിൽ പോലും പലപ്പോഴും കേൾക്കാം. And we've heard messages about the 3 wise men. പക്ഷെ നമുക്ക് ദൈവവചനം വായിക്കുന്നവർക്ക് വ്യക്തമായിട്ട് അറിയാം, 3 വിദ്വാൻമാരെന്ന് ദൈവവചനം പറഞ്ഞിട്ടില്ല. എന്നാൽ 3 ഗിഫ്റ്റുകൾ അവർക്ക് നൽകി എന്ന് നാം കാണുന്നുണ്ട്. But if you read the Bible, you know that nowhere in the Bible does it say there were 3 wise men. We imagine that or come to that conclusion because there were 3 gifts given, so we assume there were 3 wise men. ഈ ഇടയന്മാർ യേശുവിനെ സന്ദർശിച്ചതായി അതേ രാത്രിയിൽ തന്നെയാണ് വിദ്വാൻമാരും കടന്നു വന്നതെന്ന് ചിന്തിക്കുന്ന അനേകരുണ്ട്. അത് മിഥ്യാധാരണയാണ്. And so there's this misunderstanding. Many people think that these wise men came on the same night that the shepherds came. കിഴക്ക് ദേശത്ത് വന്നതായ ഈ വിദ്വാൻമാർ കുറഞ്ഞത് 2 വർഷത്തിൽ താഴെയുള്ള സമയം എടുത്തിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. But if you look at history, it must have taken at least 2 years or within 2 years for these wise men who are coming from a far off land to come and see the baby Jesus. അതുകൊണ്ടാണ് ഹേരോദാ രാജാവ് ബേത്ലഹേമിലുള്ള 2 വയസ്സിന് താഴെയുള്ള സകല ശിശുക്കളെയും ആൺകുട്ടികളെയും കൊല്ലുവാൻ തക്കവണ്ണം കൽപ്പന പുറപ്പെടുവിച്ചു. And that's why King Herod wanted to kill all the male children less than 2 years of age in Bethlehem. അതുപോലെ തന്നെ കർത്താവ് ജനിച്ചതായ ആ ദിവസത്തെ ആ ഭവനത്തിൻ്റെ മുകളിൽ ഒരു സ്റ്റാർ ഉള്ളതായിട്ട് നാം പലപ്പോഴും പല ചിത്രങ്ങളിലും അതുപോലെ പലരുടെയും ഇതിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. We see in many illustrations a star above the manger or the home that Jesus was born in. അതും ഒരു മിഥ്യാധാരണയാണ്. കാരണം വിദ്വാൻമാരാണ് നക്ഷത്രത്തെ നോക്കിയിറങ്ങിയത്. അപ്പോൾ വിദ്വാൻമാര് മാസങ്ങളോ ഒരു പക്ഷെങ്കിൽ ഒന്നിലധികം വർഷമോ എടുത്തേക്കാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു സ്റ്റാർ അല്ലെങ്കിൽ നക്ഷത്രം അവിടെ ഉദിച്ചു എന്ന് പറയുന്നത് വിശ്വസിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. And so to believe that there was a star constantly above the house where Jesus was born and the wise man came, they must have taken months or years to come to see Jesus and the star was there the entire time is purely misunderstanding. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു മിഥ്യാധാരണയാണ് ഡിസംബർ 25 തീയതി കർത്താവ് ജനിച്ചു എന്നുള്ളത്. And many of us have this misunderstanding that Jesus was born on December 25th. ഇസ്രായേൽ ദേശത്ത് ഡിസംബർ മാസം എന്ന് പറയുന്നത് ഒരു വിധത്തിലും സഹിക്കുവാൻ കഴിയാത്ത നിലയിലുള്ളതായ തണുപ്പാണ്. And so in the land of Israel during December is a very fierce winter. വെളിമ്പ്രദേശത്ത് അവര് ഇടയന്മാർ കിടന്നുറങ്ങിയെന്ന് നാം അവിടെ കാണുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഡിസംബർ 25 എന്ന് പറയുന്നത് ഒരിക്കലും വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല. And so when we see that the shepherds were lying out in the field during the time of December, it didn't make any sense based on that date, based on the weather in the time of that. പുരാതന റോമൻ ഫെസ്റ്റിവൽ ആയിരുന്ന സാറ്റേൺ അല്ലെന്നുണ്ടെങ്കിൽ സൂര്യദേവനുമായിട്ടുള്ള ബന്ധത്തിലുള്ള ഏതോ ഒരു ഉത്സവത്തോടുള്ള ബന്ധത്തിലാണ് ആ ഡേറ്റ് തീരുമാനിച്ചതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. And we know that the date December 25th was determined by an old Roman festival worshiping the planet Saturn. എന്നാൽ ഇതൊക്കെ വിട്ടുകൊണ്ട് ഞാൻ നമ്മൾ ഇന്ന് വായിച്ചതായ വാക്യത്തിൽ ഒരു ഭാഗം ഞാൻ വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്.
അതിപ്രകാരമാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും നമ്മൾ തെറ്റായി ധരിച്ചിരിക്കുന്നതായ ഒരു വിഷയമുണ്ട്. And I wanted to share with you something we commonly misunderstand from the Bible. അത് ദൈവവചനത്തിനുണ്ടായ കുഴപ്പമല്ല, And it is not a problem with the Word of God. പരിഭാഷയിലുണ്ടായതായ ഒരു വലിയ ന്യൂനതയാണ്. It is a lack of attention to detail in the way that that passage was translated. നമുക്ക് വായിക്കാം ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 7-ാം വാക്യം. Luke chapter 2, verse 7. ദൈവത്തിന് സ്തോത്രം. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. And she wrapped him in swaddling clothes and laid him in a manger because there was no room for them in the inn. പലരും പ്രസംഗിക്കുന്നതായ സമയത്ത് പറയാറുണ്ട്, ദുർഗന്ധം വമിക്കുന്നതായ കാലിത്തൊഴുത്തിൽ കർത്താവ് ജനിച്ചു. And many times in messages people say this line, in a very filthy stall Jesus was born. വിശുദ്ധ വേദപുസ്തകത്തിൽ കർത്താവ് കാലിത്തൊഴുത്തിൽ ജനിച്ചു എന്ന് എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. And nowhere in the Bible does the Bible say that Jesus was born in a cow stall. ഈ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് പശുത്തൊട്ടിയിൽ കിടത്തി. And so it says there he was wrapped in swaddling clothes and laid him in a manger because there was no room for them in the inn. കർത്താവിന്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ ഒരു വഴിയമ്പലത്തിനും അവിടെ സ്ഥാനമില്ല. And so we see that relating to the birth of Christ, there's no room for a manger there. അതുപോലെ തന്നെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്, വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പൊതുവേ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, വഴിയമ്പലത്തിൽ അവർ ചെന്ന് ചോദിച്ചു, അഭയം ചോദിച്ചു. ആ സമയത്ത് തീർച്ചയായിട്ടും ആ വഴിയമ്പലക്കാരൻ പറഞ്ഞിരിക്കണം, ഇല്ല ഇവിടെ സ്ഥലമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വഴിയമ്പലമില്ല, വഴിയമ്പലക്കാരനുമില്ല. And so we see that there is no innkeeper here or inn here, for when this passage says that surely they must have gone into the inn and asked the innkeeper, is there any space? And they were told there was no space. അപ്പോൾ ഈ കർത്താവിനെ ജനിച്ച ശിശുവിനെ കിടത്തിയത് നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നത് പശുത്തൊഴുത്തിലല്ല, അവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന മേഞ്ചർ അഥവാ പുൽത്തൊട്ടി അല്ലെങ്കിൽ പശുത്തൊട്ടി. And so we clearly see from this passage there is no cow stall or animal shed where Jesus was born, but he was laid in a manger. ഈ പുൽത്തൊട്ടി പശുത്തൊട്ടി എന്ന് പറയുന്നത് ഈ ആടുകൾക്ക് ആവശ്യമുള്ളതായ പുല്ല്, വൈക്കോല് തുടങ്ങിയവയൊക്കെ ശേഖരിച്ച് വളരെ വൃത്തിയായി സൂക്ഷിക്കുന്ന ഒരു സ്ഥാനമാണ്. And so the manger is a place where all this hay and straw that is fed to animals is kept in a very neat place. ഇനിയും 1 മുതൽ 7 വരെയുള്ളതായ വാക്യങ്ങൾ നാം വിശദമായിട്ട് മനസ്സിരുത്തി ഒന്ന് വായിക്കണം. We need to read chapter 2 verses 1 through 7 very carefully. എന്തുകൊണ്ട് യോസേഫ് ബേത്ലഹേമിലേക്ക് പോയി? Why did Joseph go to Bethlehem? നമുക്കവിടെ വായിക്കുവാൻ തക്കൊണ്ട് വളരെ വ്യക്തമാണ്. റോമൻ സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ അഗസ്റ്റസ് ചക്രവർത്തിയുടെ ആജ്ഞപ്രകാരം ക്രമീകരിക്കപ്പെട്ടതായ ഒരു സെൻസസ് എടുക്കുവാൻ ഒരു ക്രമീകരണം ഉണ്ടാക്കി. We understand that Joseph went to Bethlehem because the Augustus, the emperor, ordered a census of all the people in his empire. അവിടെ നാം വായിക്കുന്നത്, ദാവീദിന്റെ ഗൃഹത്തിലും കുലത്തിലുമുള്ള യോസേഫ് ഗർഭിണിയായ ഭാര്യയോടുകൂടെ യഹൂദ്യയിലെ ബേത്ലഹേമിലേക്ക് പുറപ്പെട്ടു. And we read in verse 4, Joseph went also up from Galilee out of the city of Nazareth into Judea to the city of David. അപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യത്തിൽ വായിക്കുമ്പോൾ അവര് ഗലീലയിലെ നസ്രേത്ത് പട്ടണം വിട്ടു. അതിന്റെ അർത്ഥം യോസേഫും മറിയയും അവർ പാർത്തിരുന്നത് ഗലീലയിലെ നസ്രേത്ത് പട്ടണത്തിലാണ്. And so we read in chapter 2 verse 3 and 4, they all went up to be registered to their own city, and they went out of the city of Nazareth. So we understand David and Joseph and Mary lived in this town of Nazareth. 5-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, യഹൂദ്യയിൽ ബേത്ലഹേം എന്ന ദാവീദിൻ പട്ടണത്തിലേക്ക് പോയി. And so there we read in the next verse, they went to the city of David. അപ്പോൾ എന്തുകൊണ്ടാണ് യോസേഫ് ബേത്ലഹേമിലേക്ക് പോയത് എന്നുള്ളതിന് ചോദ്യത്തിന് ഉത്തരം ഇപ്രകാരമാണ്. അഗസ്റ്റസ് ചക്രവർത്തിയുടെ ആജ്ഞ അനുസരിക്കുന്നതിനേക്കാൾ ഉപരിയായി പ്രവാചക വാക്യങ്ങളുടെ നിവൃത്തിയുടെ ഭാഗമായിട്ടാണ് അവർ ബേത്ലഹേമിലേക്ക് യാത്രയായത്. And so the answer to the question of why Joseph went is not simply just the command of an emperor, but in obedience to the prophecy that they should go to the city of David. ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ ദൈവം തയ്യാറാക്കിയ പ്ലാനുകളുടെ പദ്ധതികളുടെ ഔന്നത്യം
ശ്രേഷ്ഠത നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്. And so before the foundation of the world, the plans and the purpose of God is more than what we can imagine. നിശബ്ദതയുടെ 400 വർഷങ്ങളിൽ തൻ്റെ പുത്രന്റെ ജനനത്തിന് മുൻപായി അവിടുന്ന് ഒരു മഹാനായ ചക്രവർത്തി എഴുന്നേൽപ്പിച്ചു. In the years and the decades of silence before the birth of Christ, God raised up an emperor. മാസിഡോണിയയുടെ രാജാവായി രാജ്യഭാരം 20-ാമത്തെ വയസ്സിൽ ഏറ്റെടുത്തതായി അലക്സാണ്ടർ. It was Alexander the Great, the young leader of Macedonia. തൻ്റെ 30-ാമത്തെ വയസ്സിൽ സ്വർഗത്തിലെ ദൈവം അവൻ ലോകത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായി ഉയർത്തി. And the God of heaven raised him to be one of the greatest leaders of the world. അതിന്റെ കാരണം വ്യക്തമാണ്. ആരുടെയും മുൻപിൽ തലകുനിക്കാത്തതായ ഒരു വിഭാഗമാണ് യഹൂദന്മാർ. And the reason for that, this Jewish people are a people that don't bow down to anyone. അവരെ വരച്ച വരയിൽ നിർത്തി ദൈവിക പദ്ധതി പൂർത്തിയാക്കുവാൻ അലക്സാണ്ടർ ചക്രവർത്തി എന്ന ശക്തനായ നേതാവ് അന്ന് ആവശ്യമായിരുന്നു. And so they needed a leader like Alexander the Great to keep this Jewish people in line. അങ്ങനെയാണെങ്കിൽ യോസേഫ് തന്റെ ഭാര്യയായ മറിയയുമായി ബേത്ലഹേമിലേക്ക് പുറപ്പെട്ടതിന്റെ പിൻപിലുള്ള ദൈവഹിതം എന്താണ്? So then what is the purpose of God that Joseph and Mary went to Bethlehem? ക്രിസ്തുവിന്റെ ജനനത്തിന് മുൻപ് 6 നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവാചകനായ മീഖ പ്രവചിച്ചതായ പ്രവചനം നിവർത്തിയാകേണ്ടതിനാണ് നസ്രയത്തിൽ നിന്നും അവർ ബേത്ലഹേമിലേക്ക് യാത്ര തിരിച്ചത്. And it was the fulfillment of the prophet Micah centuries before is why they went to the land of Bethlehem. മീഖയുടെ പ്രവചന പ്രകാരമാണ്. മീഖ 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നീയോ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രയേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചവരും അവന്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതും തന്നെ. And in Micah we read about how even though Bethlehem is the smallest of towns, the greatest savior would arise from there. അതുപോലെ തന്നെ കർത്താവുമായി ബന്ധപ്പെടുത്തിയുള്ള പരാമർശനങ്ങൾ സുവിശേഷങ്ങളിൽ നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. And so we see many reminders of the Messiah in the scriptures. നസ്രയീത്തുമായിട്ട് ബന്ധപ്പെടുത്തി കർത്താവിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ കാണുവാൻ. And there are many mentions of Christ alongside with Nazareth. നമുക്ക് വായിക്കാം മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 22-ാം വാക്യം. Matthew chapter 2 verse 22. ഇംഗ്ലീഷ് ബൈബിൾ അത് 23-ാമത്തെ വാക്യമാണ്. പ്രൈസ് ഗോഡ്. അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടുമെന്ന് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതിന് നിവൃത്തിയാകുവാൻ തക്കവണ്ണം നസറേത്ത് എന്ന ഗ്രാമത്തിൽ ചെന്നു പാർത്തു. And he came and dwelt in a city called Nazareth. അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും, നസ്രയത്തിൽ ജീവിക്കുന്ന അവരെ സെറ്റിൽ ഡൗൺ ചെയ്തിരിക്കുന്നതായ ഒരു കുടുംബമാണ് യോസേഫിന്റെയും മറിയയുടെയും. And we see that the family of Joseph and Mary were ones that were settled in Nazareth. മീഖാ പ്രവചകൻ കർത്താവിന്റെ ജനനത്തിന് 6 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ചു, ബേത്ലഹേമിൽ ആ വാഗ്ദത്ത മശിഹ ജനിക്കും. And so we see the prophet Micah prophesied centuries before saying this coming Messiah will be born in Bethlehem. അന്നത്തെ കാലത്തെ ഗതാഗത സൗകര്യങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ ഈ 2 പ്രവചനങ്ങളും നിവർത്തിയാകുക എന്ന് പറയുന്നത് impossible ആയിട്ടുള്ള ഒരു കാര്യമാണ്. And if you look at these prophecies from that time, from the perspective of that time, it is nearly impossible for it to be fulfilled. നസ്രയത്തിൽ നിന്നും 90 മൈലുകൾ അകലെ യാണ് ബേത്ലഹേം ഉണ്ടായിരിക്കുന്നത്, സ്ഥിതി ചെയ്യുന്നത്. ആ സ്ഥാനത്തേക്ക് പൂർണ്ണ ഗർഭിണിയായ ഭാര്യയുമായിട്ട് യാത്ര ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും പ്രായോഗികമായ ഒരു കാര്യമല്ല. We know that Nazareth is several hundred miles away from Bethlehem, and traveling with his wife who is pregnant at the time is very difficult and next to impossible. ഇത് മുന്നമേ അറിഞ്ഞതായ ദൈവം റോമൻ സാമ്രാജ്യത്തിന് അടിത്തറ ഭാഗിതായ അഗസ്റ്റസ് സീസറിനെ എഴുന്നേൽപ്പിച്ച് ഒരു സെൻസസ് അവിടെ ഉണ്ടാക്കുവാൻ തക്കവണ്ണം കൽപ്പന കൊടുത്തു. And knowing that beforehand, the God of heaven made the ruler of that time, Augustus Caesar, to command a census so that people must travel. പ്രിയ ദൈവജനമേ, നമുക്ക് ഇവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും, സ്വർഗത്തിലെ ദൈവത്തിന്റെ കരങ്ങളിൽ ലോക സംഭവങ്ങളൊക്കെയും നിയന്ത്രിക്കുന്നത് അവിടുന്ന് മാത്രമാണ്. We see that in the God of heaven, in his hands, the movement of the earth, the motion of the earth is purely in his hand. ഞാൻ പറയുന്നത് ഇതാണ് യഥാർത്ഥ പ്രവചനം. And so I'm saying this is the true prophecy. എത്ര പ്രവചനങ്ങൾ നാം കേൾക്കുന്നുണ്ട്.
മരിച്ചാലും പ്രവചനങ്ങൾ പൂർത്തിയാകില്ല. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, ദൈവികമായ പ്രവചനങ്ങൾ അത് നിവർത്തിയാക്കപ്പെടുവാനുള്ളതാണ്. അത് നമ്മുടെ കണ്ണിന് മുമ്പിൽ തന്നെ നിവർത്തിയാകുന്നത് നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. And this is the true prophecy. How many prophecies we hear all the time, even to the grave, and some prophecies are not fulfilled, but the prophecies that are true we will see in front of our own eyes. എന്താണ് യഥാർത്ഥത്തിൽ പ്രവാചക ശുശ്രൂഷ? What is the true ministry of a prophet? അനേക വിശ്വാസികൾക്ക് പ്രവാചക ശുശ്രൂഷയെക്കുറിച്ചോ പ്രവചനങ്ങളെക്കുറിച്ചോ ശരിയായ അടിസ്ഥാനപരമായ ധാരണയില്ല. A lot of believers do not have a good or true understanding of the ministry of prophecy. വിശ്വാസികളുടെ ഭാവി പറയുവാൻ തക്കവണ്ണം ഉള്ള ദൗത്യമല്ല സ്വർഗത്തിലെ ദൈവം പ്രവാചക ശ്രേഷ്ഠന്മാരെ ഫലമേൽപ്പിച്ചിരിക്കുന്നത്. God has not given servants of God the gift of prophecy to tell your future. നമ്മൾ ഒരു ഹൈന്ദവ രാജ്യത്തു നിന്നാണ് കടന്നു വന്നിരിക്കുന്നത്. We all come from a Hindu country. നമ്മൾ എല്ലാവരും തന്നെ ഒരു കാലത്ത് ഹൈന്ദവ മാർഗത്തിൽ ജീവിച്ചവരാണെന്നാണ് എൻ്റെ അനുമാനം. And so my assumption is, if you trace all our roots back, we come from a Hindu ancestry. ഹൈന്ദവ സംസ്കാരം അനുസരിച്ച് അവർക്ക് ഭാവിയെക്കുറിച്ച് അറിയാൻ വളരെ വളരെ അഭിവാഞ്ചിയുള്ള ഒരു സമൂഹമാണ്. And if you look at that culture, in the Hindu culture, they want to know their future. ഒരു കുഞ്ഞ് ജനിച്ചാൽ ഉടനെ ഒരു ജാതകം എഴുതും. And so they have a lot of astrology, especially in the birth of a child. അസ്ട്രോളജിയിൽ അവർ ഉറച്ചു വിശ്വസിക്കുന്നവരാണ്. And there are people that believe strongly in astrology. നൂറുകണക്കിന് ശാസ്ത്രങ്ങൾ അവരുടെ ഭാവിയുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ളതുണ്ട്. And so they have many teachings and sayings and myths that come with their future. പക്ഷേ ഇതുപോലുള്ള ശാസ്ത്രങ്ങളെല്ലാം ഫേക്ക് സയൻസ് ആണെന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. And we understand a lot of their beliefs are just a fake science. അപ്പോൾ ആ സമൂഹത്തിൽ നാം കടന്നു വന്നതുകൊണ്ട് നമുക്കും ഭാവിയെക്കുറിച്ച് അറിയുവാനുള്ള ആഗ്രഹം അനേകർക്കുണ്ട്. And many times, because we also trace our roots back there, we also have that desire at times to know our future. ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് ഭാവി പറയുന്നതല്ല. And it is not the work of a prophet who is anointed by God to tell your future. ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ ഭാവി എന്താണെന്ന് അറിയാൻ തക്കവണ്ണം ഏതെങ്കിലും ഒരു പ്രവാചകന്റെ അടുത്ത് പോകുന്നുണ്ടെങ്കിൽ അത് ആ വിശ്വാസിയുടെ ആത്മീക പാപ്പരത്വമാണ് വിളിച്ചു പറയുന്നത്. And so let me tell you, if you are the person, if I am a person that goes to a prophet to know my future, it is the complete destruction of my spiritual life. ദൈവകൃപ അനുഭവിച്ചറിയുന്നതായ ഒരു ദൈവ പൈതൽ മനസ്സിലാക്കുന്ന ഒരു വസ്തുതയുണ്ട്. And so someone who truly believes in God understands this fact. എൻ്റെ സന്തോഷത്തിലും എൻ്റെ സന്താപത്തിലും എൻ്റെ സുഖത്തിലും എൻ്റെ ദുഃഖത്തിലും എൻ്റെ ആരോഗ്യത്തിലും എൻ്റെ രോഗത്തിലും എൻ്റെ വേദനയിലും എൻ്റെ കണ്ണുനീരിലും എന്നെ മറക്കാതെ എന്നോട് കൂടെ ഇരുന്ന് എൻ്റെ കരകളെ പിടിച്ചു വഴി നടത്തുന്ന ഒരു ദൈവം എന്നോട് കൂടെയുണ്ട്. അവൻ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. In my sickness, in my health, in my tears, in my happiness, there is a God that holds my hands, and without him knowing, nothing happens in my life. ഒരു കാര്യം ഓർക്കുക, നാം പ്രതീക്ഷിക്കാത്തതായ ചില കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോൾ നമ്മുടെ ഹൃദയം തകർന്നെന്ന് വരാം, മുറിവേറ്റെന്ന് വരാം. എന്നാൽ ഒരു കാര്യം ഓർക്കുക, നമ്മെ മറക്കുന്നവനല്ല. 24 മണിക്കൂറും ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. There may be wounds, there are things that happen in our life, but let me tell you that he never knows, the keeper of Israel. He is awake and alert 24/7, and he is the keeper of Israel. പിന്നെന്തിനാണ് പ്രിയ സഹോദര നീ ഇത്രയധികം ഭാരപ്പെടുന്നത്, ഭാവിയെ കുറിച്ച് നീ ചിന്താകുലനാകുന്നത്? Then why, dear brother, are you so worried about the future? യെശയ്യാ പ്രവചനം 41 അധ്യായം 10 വാക്യം വായിക്കാം. And let's read Isaiah chapter 41 verse 10. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. I will uphold you with my righteous right hand. ദൈവത്തിന് സ്തോത്രം. ഇനി ഇതിനകത്ത് ഒരു ബൈബിൾ കഥാപാത്രമുണ്ട്, യോസെഫ്. And so let me tell you about another person named Joseph. നമ്മളൊക്കെ ചിന്തിക്കുന്നത് യോസെഫിന് വാസ്തവത്തിൽ ഈ എപ്പിസോഡിൽ യാതൊരു പങ്കുമില്ല എന്ന് നമുക്ക് തോന്നാം. And many times when we read this story of the birth of Jesus, we think, oh, Joseph doesn't play any part in any of this. ഈ യോസെഫ് സമൂഹത്തിലെ താഴേക്കിടയിലുള്ള ഒരു സാധുവായ മരപ്പണിക്കാരൻ മാത്രമായിരുന്നു എന്ന്
കരുതുന്ന അനേകരുണ്ട്. Many people think he's just some lowly carpenter in society. എന്നാൽ ഈ ധാരണ തികച്ചും തെറ്റാണ്. But this is purely a misunderstanding. യോസേഫിന്റെ പട്ടണം ബേത്ലഹേമാണ്. The town of Joseph is Bethlehem. നിരവധി വേദപണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. And I'm telling you the opinion and the thought of many scholars. എന്നാൽ തൻ്റെ കുടുംബത്തിന്റെ വേരുകൾ ബേത്ലഹേമിലായിരുന്നുവെങ്കിലും യോസേഫും മറിയയും താമസിച്ചിരുന്ന നസ്രയത്താണ്. Even though his roots were in Bethlehem, Joseph and Mary lived in Nazareth. അതുമാത്രമല്ല, നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 2-4 വാക്യത്തിൽ നാം വായിക്കുന്നു, Luke chapter 2 verse 4 it says, ദാവീദിന്റെ ഗ്രഹത്തിലും കുലത്തിലും ഉള്ളവൻ. he was of the city of David because he belonged to the house and lineage of David. അപ്പോൾ നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നുണ്ട്, ദാവീദിന്റെ ഗ്രഹത്തിലും കുലത്തിലും ഉള്ളവനായിരുന്ന യോസേഫ് അതൊരു ചെറിയ കാര്യമല്ല, അതൊരു വലിയ പദവിയാണ്. So we see a Joseph who belongs to the house and lineage of David. That is not a small thing, that's a very important and great matter. ലൂക്കോസിന്റെ സുവിശേഷം 3-24 മുതൽ ഒരു വംശാവലി കാണുവാൻ തക്കോണം കഴിയും. In Luke chapter 3 verse 24 we see a genealogy. ഞാനത് മുഴുവനും വായിക്കുന്നില്ല. യോസെഫ് ഹേലിയുടെ മകൻ. അവസാനം 32 വാക്യത്തിൽ വരുമ്പോൾ ദാവീദ് ഇശ്ശായിയുടെ മകൻ, ഇശ്ശായി ഓബേദിന്റെ മകൻ. അങ്ങനെയാണെങ്കിൽ ദാവീദിന്റെ സന്തതിയായി ജനിച്ച വ്യക്തിയാണ് യോസെഫ്. And we see there the genealogy listed in chapter 3, and in verse 32 it says the son of Jesse, the son of Obed, and the son of Boaz. So we see that Joseph is born in that line of David. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കർത്താവ് ദാവീദിന്റെ സന്തതിയായി ജനിച്ചു എന്ന് നാം പറയുന്നത്. That's why we say Jesus is born of the line of David. ലൂക്കോസ് 2-11 വാക്യത്തിൽ നാം വായിക്കുന്നു, കർത്താവായ ക്രിസ്തു രക്ഷിതാവ് ഇന്ന് ദാവീദിൻ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. In verse 11 we said, for there is born to you this day in the city of David a savior who is Christ the Lord. നമുക്കറിയാം വാസ്തവത്തിൽ ദാവീദിന്റെ പട്ടണം എന്ന് പറയുന്നത് യെരൂശലേമാണ്. And we know truly when we hear the word city of David it means Jerusalem. എന്നാൽ ഈ വാക്യത്തിൽ പറയുന്നു ദാവീദിന്റെ പട്ടണം ബേത്ലഹേമാണെന്ന്. But here in this verse it says the city of David is Bethlehem. അത് ഈ ദാവീദിന്റെ കുടുംബം ബേത്ലഹേമിൽ പാർത്തിരുന്നു. അവരുടെ ഓണറിന് വേണ്ടി, അവരെ മാനിക്കുന്നതിന് വേണ്ടിയാണ് ബേത്ലഹേമിനെ ബേത്ലഹേം പട്ടണമായിട്ട് നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. And so the family of David lived in the city of Bethlehem, and it was given to as an honorary title, the city of Bethlehem, as the city of David. ബേത്ലഹേമിലെ ഏറ്റവും ആദരിക്കപ്പെടുന്നതായ കുടുംബത്തിലെ ഒരു അംഗമായിരുന്നു ഈ യോസേഫ്. And so one of the most honored and privileged families in the city of Bethlehem is who Joseph belonged to. അതുകൊണ്ടാണ് യോസേഫ് ധൈര്യത്തോടെ തന്റെ ഭാര്യയുമായിട്ട് ബേത്ലഹേമിലേക്ക് യാത്രയാകുവാൻ ഇടയായത്. That is why Joseph is traveling so boldly with his wife Mary to Bethlehem. തന്റെ ബന്ധുക്കൾ ഇഷ്ടം പോലെയുണ്ട്, പരിചയക്കാർ ഇഷ്ടം പോലെയുണ്ട്, എവിടെയെങ്കിലും അവരോടൊത്ത് പാർക്കാമെന്നുള്ള ചിന്ത ഒരു പക്ഷേ തീർച്ചയായിട്ടും യോസേഫിനുണ്ടായിരിക്കും. And so it is safe to assume that since he had so much family in Bethlehem, when he came into the city, he may have been thinking that he could stay with one of them. ഇനിയും ഈ വഴിയമ്പലത്തിൽ ചെന്ന് അഭയം ചോദിച്ചു എന്ന ചിന്ത തന്നെ അത് വിശുദ്ധ വേദപുസ്തകത്തിലുള്ള ചിന്തയല്ല. And so this concept that they went to an inn to search for a place to stay, പരിഭാഷയിൽ വന്നതായ ഒരു ന്യൂനതയാണ്. it is not a true statement, but it is something that was lost in translation. ഈ യഹൂദന്മാരുടെ സാധാരണക്കാരായ വ്യക്തികൾ താമസിക്കുന്ന വീടുകൾക്ക് അന്ന് 2 മുറികളാണ് ഉണ്ടായിരുന്നത്. And so in the common person, their home had 2 rooms. അതുപോലെ തന്നെ അതിനോട് ചേർന്ന് ഒരു പശുത്തൊഴുത്ത് കാണും, അതുപോലെ തന്നെ ഒരു പുൽത്തൊട്ടിയും കാണും. And so there'll be a manger associated with this 2-room house, would be a cow stall and a small manger. അപ്പോൾ ഇവിടെ ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായിരിക്കും. അപ്പോൾ ഈ വഴിയമ്പലം എന്നുള്ളതിനെ ഗ്രീക്ക് പദം ഉപയോഗിച്ചിരിക്കുന്നത് കാറ്റലീമ. അപ്പോൾ അതിൻ്റെ അർത്ഥം വാസ്തവത്തിൽ വഴിയമ്പലം എന്നുള്ളത് തെറ്റിദ്ധരിച്ചാണ് അത് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. And so this word that's used translation as in is actually a mistranslation. That is not the true meaning of that word. കാറ്റലീമ എന്ന പദത്തിന്റെ അർത്ഥം ഗസ്റ്റ് റൂം എന്നുള്ളതാണ്. And so the actual term instead of inn is the correct term is the guest room. ഈ സാധാരണക്കാരായ വീടുകൾക്ക് 2 മുറികളുണ്ട്. ആ മുറികൾ ഒന്ന് ഫാമിലി റൂം, രണ്ടാമത്തേത് ഗസ്റ്റ് റൂം. And so in that time houses typically had 2 rooms. One was the family room, one was the guest room. എന്നാൽ ഈ കറ്റലീമ എന്നതായ പദത്തോട് പോലെ തന്നെ പാൻഡോച്ചിയോൻ എന്ന് പറയുന്നതായ ഒരു ഗ്രീക്ക് പദമുണ്ട്. ആ ഗ്രീക്ക് പദത്തിന്റെ അർത്ഥമാണ് കൊമേഴ്ഷ്യൽ ഇൻ. And so the other term that's used in Greek refers to a commercial inn. അപ്പോൾ ഇവിടെ തെറ്റിദ്ധരിക്കപ്പെട്ട്
ഇപ്രകാരം പരിഭാഷപ്പെടുത്തിയിരിക്കുകയാണ്. And so the translation error that occurred here അപ്പോഴത് ഇപ്രകാരമാണ് പരിഭാഷപ്പെടുത്തേണ്ടത്: ശീലകൾ ചുറ്റി ഗസ്റ്റ് റൂമിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. And so the correct translation here is they wrapped him in swaddling clothes and laid him in the manger and in the guest room. എനിക്ക് കൂടുതൽ നിങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിക്കുവാൻ അനേക കാര്യങ്ങൾ പറയുവാനുണ്ട്. എങ്കിലും സമയപരിമിതി കൊണ്ട് ഞാൻ അത് കൺക്ലൂഡ് ചെയ്യുകയാണ്. And so due to the limitation of time, let me close my words. വേദപണ്ഡിതന്മാരുടെ പഠനത്തിന്റെ ഫലമായി അവർ മനസ്സിലാക്കിയിരിക്കുന്നത് ഇപ്രകാരമാണ്. And so what the scholars have understood based on the passage of scripture, യോസേഫും മറിയയും അഭയത്തിനായി ഒരു ഭവനത്തിന് മുൻപിൽ എത്തി. ഒരുപക്ഷെ അവരുടെ ഏറ്റവും അടുത്ത ഒരു ബന്ധുവീടാകാം. Joseph and Mary came in front of a home. Maybe it was a home of someone they knew, an acquaintance. അഗസ്റ്റസ് ചക്രവർത്തി കൽപ്പിച്ചതായ ആ സെൻസസിനോടുള്ള ബന്ധത്തിൽ എല്ലാ വീടുകളിലും ഈ ഗസ്റ്റ് റൂം നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. And so because of the order of Augustus Caesar, everyone is traveling back to their home city, so all the guest rooms in each home must have been surely full of guests. അപ്പോൾ ഇപ്രകാരമാണ് സംഭവിക്കുവാനുള്ള സാധ്യത. And so what most likely happened, ആ നല്ല കുടുംബം അവരുടെ ഫാമിലി റൂം യോസേഫിനും മറിയയ്ക്കും വേണ്ടി അവരെ മാറ്റി വെച്ചു. and so this family must have set aside their family room for Joseph and Mary. ആ കുഞ്ഞിന്റെ ജനനത്തിന് ശേഷം ആ ശിശുവിനെ പുൽത്തൊട്ടിയിൽ അല്ലെങ്കിൽ പശുത്തൊട്ടിയിൽ കിടത്തി. And so after the birth of this child, the baby was laid in a manger. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ കിടക്കുന്നതായ വഴിയമ്പലവും വഴിയമ്പലക്കാരനെ ഒക്കെ ഈ പകൽക്കാലം നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്. So it is very necessary for us to throw out this notion that Jesus was born in a cow stall at some inn. ഇനിയും നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. Let's come back to our issue. നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നുണ്ട്. ഈ ഇടയന്മാര്, ദൂതൻ പ്രത്യക്ഷപ്പെട്ടു, ഇടയന്മാര് ആ കുഞ്ഞിനെ കാണുവാൻ തക്കവണ്ണം അവിടേക്കെത്തി. We see that the angel appeared to these shepherds, and now the shepherds are coming to see the baby. ആട്ടിൻ കൂട്ടവും പുൽപ്പുറങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ ലോകത്തെ സാമ്രാജ്യമാക്കി അതിൽ ഒതുങ്ങിക്കൂടി ജീവിച്ചതായ വിദ്യാവിഹീനരായ വിലയില്ലാത്ത ഒരുപിടി മനുഷ്യരായിരുന്നു ആട്ടിടയന്മാർ. And these shepherds are people that are just the lowest of society, that had no worth or value. രാവും പകലും ആടുകൾക്ക് വേണ്ടി ആട്ടിൻകൂട്ടത്തിന് വേണ്ടി കഠിനമായി അധ്വാനിക്കുന്ന വിയർപ്പ് പൊടിയുന്ന ശരീരത്തിന്റെ ഉടമകളായ ഒരുപിടി ഇടയന്മാർ. These shepherds are people that day and night they're looking after sheep and tending to their flock. അവർ ധരിച്ചിരുന്നതായ വസ്ത്രങ്ങളിൽ ആടുകളുടെ ദുർഗന്ധം വമിക്കുന്നുണ്ട്. And the clothing that they even wore just carried the aroma of the sheep they took care of. അടിസ്ഥാനപരമായ മാനേഴ്സ്, സാമാന്യ മര്യാദ ഒന്നുമില്ലാത്തവരാണവർ. They're not people with the common decencies. ശമ്പളമായോ വരുമാനമായോ സമൂഹത്തിൽ ഏറ്റവും തുച്ഛമായ തുക മാത്രം They സമ്പാദിക്കുന്നവർ. do not make much money in society standards. മാന്യന്മാർ ഒത്തുകൂടുന്നതായ ഒരു ചടങ്ങിലും, വിവാഹമോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു ചടങ്ങിലും അവരെ കാണുവാൻ കഴിയില്ല. കാരണം ഇവരെ ആരും അടുപ്പിക്കാറില്ല. The shepherds are not people that are invited to common functions because no one wants them to be close to them. പൂർണ്ണമായും അവഗണിക്കപ്പെട്ടതായ ഒരു വിഭാഗം. And there are a group of people that are just set aside. അന്ന് ഇസ്രായേൽ താഴ്ച സംഭവിച്ചവർ ഇവർ മാത്രമല്ല, പലരും ഉണ്ടായിരുന്നു. And there are many people in the Israeli society at that time that were lowly. എന്നാൽ അവരെ ആരെയും പരിഗണിക്കാതെ യേശുവിനെ ആദ്യമായി സന്ദർശിക്കുവാൻ ബേത്ലഹേമിലെ കുറെ പാവപ്പെട്ട ഇടയന്മാരെ സ്വർഗം പരിഗണിച്ചതിന് പിൻപിൽ വളരെ വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട്. But we see a true purpose that the God of heaven allowed the lowest in society, these shepherds, to come first to see Jesus. ഗുഡ് ടൈഡിങ്സ് ഓഫ് ഗ്രേറ്റ് ജോയ് എന്ന ഗ്രന്ഥത്തിൽ പ്രശസ്തനായ ചരിത്രകാരനും കമന്റേറ്ററുമായ വില്യം ബാർക്ലേ വളരെ വ്യക്തമായി എഴുതുന്നുണ്ട്. And William Barclay wrote Good Tidings of Great Joy. ഈ ഇടയന്മാർക്ക് ലോകപ്രകാരമോ മതപരമായോ കർത്താവിനെ സന്ദർശിക്കുവാൻ യാതൊരു യോഗ്യതയും ഉണ്ടായില്ല. We know that these shepherds have no qualification by worldly standards to come to see Jesus. ഇടയന്മാർ അന്നത്തെ യഹൂദന്മാർക്ക്, യാഥാസ്ഥികരായ യഹൂദന്മാർക്ക് തികച്ചും വെറുക്കപ്പെട്ടവരായിരുന്നു. And the shepherds were truly rejected by the normal class or the regular class of the Jewish people. അതിന് സുപ്രധാനമായ രണ്ട് കാരണങ്ങളാണ് വില്യം ബാർക്ലേ തന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. And Barclay writes 2 reasons for that in his book. ഇടയവർത്തി, അതായത് ഒന്നാമത്തേത് യഹൂദന്മാരുടെ ആചാരപരമായ നിയമങ്ങൾ, അഥവാ സെറിമോണിയൽ ലോസ്. The first reason is according to the ceremonial laws of the Jewish people. ആ ആചാരപരമായ നിയമങ്ങൾ
അനുസരിക്കുന്നതിന് പാലിക്കുന്നതിന് ഈ ഇടയന്മാർക്ക് ഒരിക്കലും കഴിഞ്ഞില്ല. And so it's because these shepherds are never able to obey the ceremonial laws that is given as a tradition to the Jewish people. എന്താണ് യഹൂദന്മാരുടെ ഈ ആചാരപരമായ നിയമങ്ങൾ? What are these ceremonial laws? ആരാധനയോടുള്ള ബന്ധത്തിലും മതപരമായ ആചാര അനുഷ്ഠാനങ്ങളോടുള്ള ബന്ധത്തിലും ദൈവം പഴയ നിയമ ഇസ്രായേൽ ജനത്തിന് നൽകിയ കൽപ്പനകളും പ്രമാണങ്ങളുമാണ് ഈ ആചാരപരമായ നിയമങ്ങൾ. These ceremonial laws are what God gave the children of Israel, these rituals of purification. അല്പം കൂടെ വിശദമായിട്ട് പറഞ്ഞാൽ യാഗങ്ങളും വഴിപാടുകളും അർപ്പിക്കുന്നതിനോടുള്ള ബന്ധത്തിലുള്ളതായ നിയമങ്ങൾ, More specifically, laws according to altars, worship and sacrifice. ഉത്സവങ്ങൾ ആഘോഷിക്കുന്നതിനോടും ഭക്ഷണക്രമങ്ങൾ പാലിക്കുന്നതിനോടുമുള്ള ബന്ധത്തിലുള്ള നിയമങ്ങൾ, Laws according to festivals and how to eat food. വിശുദ്ധീകരണ നിയമങ്ങളോടുള്ള അതായത് റിച്വൽസ് ഓഫ് പ്യൂരിഫിക്കേഷൻ ഉള്ള ബന്ധത്തിലുള്ളതായ നിയമങ്ങൾ, Laws that are related to the rituals of purification. ഇവയൊക്കെയാണ് ഇസ്രായേൽ ജനത പാലിക്കേണ്ടതായ അനുസരിക്കേണ്ടതായ ആചാരപരമായ നിയമങ്ങൾ. And these are the ceremonial laws that the Jewish people had to obey. എന്നാൽ 24 മണിക്കൂറും പ്രത്യേക ശ്രദ്ധ ആവശ്യമുള്ള ഒരു കൂട്ടമാണ് ഈ ആട്ടിൻകൂട്ടങ്ങൾ. But because the sheep need 24/7 monitoring, ആടുകൾക്ക് വേണ്ടി ജീവിക്കുന്ന ഇടയന്മാർക്ക് യഹൂദന്മാരുടെ ആചാരപരമായ നിയമങ്ങൾ അനുസരിക്കുക എന്ന് പറയുന്നത് അപ്രായോഗികമായിരുന്നു. and because of that, these shepherds are not able to follow any of the ceremonial laws because they are constantly tending to sheep. അപ്പോൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നതായ ഒരു കാര്യമുണ്ട്. യഹൂദന്മാരുടെ ഇതുപോലെയുള്ളതായ നിരവധി കർക്കശമായ നിയമങ്ങളുണ്ട്. ഇതൊന്നും അനുസരിക്കുവാൻ സാഹചര്യമില്ലാതിരുന്ന ബേത്ലഹേമിൽ ഒരു കൂട്ടം ഇടയന്മാർക്കാണ് മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായി അവതരിച്ചതായ കർത്താവിനെ ആദ്യമായി കാണുവാനുള്ളതായ അവസരം ലഭിക്കുന്നത്. And we see it is to these shepherds who cannot follow a single ceremonial law of the Jewish people that they come first to see Jesus. എന്താണ് ഇതിന്റെ പിന്നിലുള്ളതായ രഹസ്യം? What is the secret behind this? ഈ ബേത്ലഹേമിലെ ഈ ഇടയന്മാർ ചെയ്തത് ഒരു സാധാരണ ഇടയ ശുശ്രൂഷയായിരുന്നില്ല. And what these shepherds of Bethlehem was not a regular ministry of shepherding that they did. ലോകം മനസ്സിലാക്കിയില്ലെങ്കിലും മതവും പൗരോഹിത്യവും മനസ്സിലാക്കിയില്ലെങ്കിലും അവർ ചെയ്തുകൊണ്ടിരുന്നത് മറ്റുള്ളവരുടെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ശുശ്രൂഷയായിരുന്നു. അവർ ചെയ്തുകൊണ്ടിരുന്നത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ടതായ ഒരു രാജകീയ ശുശ്രൂഷയായിരുന്നു. They were doing a royal ministry what no one else in the world expected from them. എന്നാൽ അവർ ചെയ്തതായ രാജകീയ ശുശ്രൂഷ മനസ്സിലാക്കുവാൻ ദീർഘദർശനമോ ദൈവകൃപയോ നിയമങ്ങളും പ്രമാണങ്ങളിലും കടിച്ചു തൂങ്ങി കിടന്നതായ പൗരോഹിത്യത്തിന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. But even the royal priesthood, the priests of that time, could not understand the type of ministry that the shepherds did. എന്തായിരുന്നു ഇടയന്മാരുടെ ഈ ത്യാഗനിർഭരമായ ശുശ്രൂഷ? What was the sacrificial ministry that they did? എബ്രായ പണ്ഡിതനായ ആൽഫ്രഡ് എബർഷൈൻ അത് വ്യക്തമായി പറയുന്നുണ്ട്. And there was a Hebrew scholar that explained this very clearly. ബേത്ലഹേമിലെ ഇടയന്മാർ ചെയ്ത ശുശ്രൂഷ എന്താണെന്ന് അറിയാമോ? Do you know the ministry of the shepherds of Bethlehem? അവർ ചെയ്തത് ഒരു ആട്ടിൻകൂട്ടത്തെ വളർത്തുന്നുണ്ട്. They are raising up the flock. ആ ആടുകൾ യാഗം കഴിക്കുന്നതിന് വേണ്ടി ഒരുക്കപ്പെട്ടതായ ആടുകളാണ്. Those are lambs that are being groomed to become a sacrifice. അതായത് മറ്റനേക ഇടയന്മാരുണ്ട് ലാഭത്തിന് വേണ്ടി ആടുകളെ വളർത്തുന്നവരുണ്ട്. എന്നാൽ ഈ ഇടയന്മാരുടെ പ്രധാന ദൗത്യം എന്ന് പറയുന്നത് അവയുടെ മാംസം വിൽക്കുവാനോ അല്ലെങ്കിൽ പാല് വിറ്റ് സമ്പന്നരാകുവാനോ എന്നുള്ളതല്ല. ഈ ഓരോ ആടുകളും യാഗം കഴിക്കുന്നതിന് വേണ്ടി അവർ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. While many shepherds are raising sheep purely for profit or meat, these shepherds are raising their flock purely for sacrifice. അവർക്കറിയാം അവരുടെ ആട്ടിൻ കൂട്ടത്തിലെ ഓരോ ആടുകളും വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ യെരൂശലേം ദേവാലയത്തിലെ താമ്രയാഗപീഠത്തിൽ ഇസ്രായേലിന്റെ സകല പാപത്തിന്റെയും പരിഹാരത്തിന് വേണ്ടി യാഗമായി അർപ്പിക്കേണ്ടതായ ഓരോ ആടുകളെയുമാണ് ഞങ്ങൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. And so they know when they look at their young flock, today or tomorrow, this sheep, this lamb will go on the altar in Jerusalem for the redemption and the salvation of people. ലാഭങ്ങൾ ഉണ്ടാക്കി ലോകങ്ങൾ പിടിച്ചെടുക്കുവാനുള്ള ഒരു ശുശ്രൂഷയായിരുന്നില്ല അത്. It was not a ministry for profit. ലാഭനഷ്ടങ്ങൾ നോക്കാതെ ദൈവഹിതം പൂർത്തിയാക്കുവാനുള്ള ഒരു രാജകീയ ശുശ്രൂഷയായിരുന്നു ഈ പാവപ്പെട്ട ഇടയന്മാർ ചെയ്തുകൊണ്ടിരുന്നത്. But these poor lowly shepherds were doing a royal ministry, knowing that their sheep were going to the sacrifice. ഒരു ചെമ്മരിയാടിനെ ഹോമയാഗം കഴിക്കുവാൻ ഒരു വ്യക്തി തീരുമാനിച്ചാൽ
ആ ആടിനുണ്ടായിരിക്കേണ്ട നിരവധി ഗുണങ്ങളുണ്ട്, അതിനുള്ള വ്യവസ്ഥകളുണ്ട്. And for a sheep or a goat to be sacrificed, it had to meet certain ceremonial rules and regulations. അതിൽ ഒരു നിയമം മാത്രം നമുക്ക് വായിക്കാം. ലേവ്യ പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യം. And let us read one of those, Leviticus chapter 1 verse 10. If his offering is of the flocks of the sheep or of the goats, as a burnt sacrifice he shall bring a male without blemish. ഏറ്റവും പ്രധാനപ്പെട്ട നിയമമാണ് ഊനമില്ലാത്ത ആടിനെ യാഗം കഴിക്കണം. One of the most important factors is a goat or a lamb without blemish. തോന്നുന്നത് പോലെ വളർത്തി തോന്നുന്ന സമയത്ത് ദേവാലയത്തിലെ താമ്രയാഗപീഠത്തിൽ ആടുകളെ അർപ്പിക്കുവാൻ ഒരിക്കലും കഴിയുമായിരുന്നില്ല. You cannot just bring any old sheep the way you want to bring to sacrifice. യാഗം അർപ്പിക്കുന്നതിന് മുൻപ് പുരോഹിതന്മാർ ഈ ആടുകളെ വിശദമായി പരിശോധിക്കും. ഊനമില്ലാത്തവയെ മാത്രമേ അവർ സ്വീകരിക്കുകയുള്ളൂ. Before the offering is taken, the priest will slowly and carefully examine the sheep to see if it is worthy to be sacrificed. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, ഊനമില്ലാത്ത മൃഗങ്ങളെ വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല, അതൊരു മഹാത്യാഗമാണ്. And let me tell you, to raise an animal without blemish, it's no small thing, but it is a great thing. സഭാ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലായിരിക്കുന്ന ഇടയന്മാരോട് എനിക്ക് പറയുവാൻ ഒന്ന് മാത്രമാണ്, ആൾക്കാരെ വളർത്താം, മെഗാ ചർച്ചായി വളർത്തിയെടുക്കാം. എന്നാൽ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ഊനമില്ലാത്തതിനെ ഒരുക്കുക എന്ന് പറയുന്നതിന് ഒരു വലിയ വില ഇടയന്മാർ കൊടുക്കേണ്ടി വരും. To the shepherds who are taking care of the church, let me tell you, it is very easy to make a big church with a lot of members, but to raise people without blemish is a whole nother ministry. ആ ഇടയന്മാരുടെ കണ്ണുകൾ 24 മണിക്കൂറും ആ ആട്ടിൻ കൂട്ടത്തിന് മുകളിൽ ഉണ്ടായിരുന്നു. Because the eyes of the shepherd must be on the sheep for 24/7. ദുഷ്ടമൃഗങ്ങൾ അവയെ കടിച്ചു കീറുവാൻ തക്കവണ്ണം ഉത്തരവാദിത്തമുള്ള ആ ഇടയന്മാർ ഒരിക്കലും അവസരം കൊടുത്തിരുന്നില്ല. And so these shepherds can never give an opportunity for a wild animal to grab one of their flock. ദുഷ്ടമൃഗം അത് ആക്രമിച്ച് അതിനെ കടിച്ച് സാരമായി മുറിവേൽപ്പിച്ചാൽ, അതിന് അംഗഹീനത സംഭവിച്ചാൽ ആ ആടുകൾക്ക് യാഗമൃഗങ്ങളാകുവാൻ ഒരിക്കലും കഴിയുകയില്ല. Because if a wild animal attacks a sheep and causes a scar or a wound, it is now an animal of blemish and is no longer worthy to be sacrificed. അങ്ങനെയെങ്കിൽ ഊനമില്ലാതെ വചനപ്രകാരം ആടുകളെ വളർത്തിയെടുക്കണമെങ്കിൽ അതിന് പിൻപിൽ ഇടയന്റെ കഠിനാധ്വാനം എത്രയധികമാണ്. So if a sheep must be without blemish, you understand the hard work that a shepherd has to do to keep it that way. യെരൂശലേം ദേവാലയത്തിലെ താമ്രയാഗപീഠത്തിലെത്തുന്ന ഊനമില്ലാത്ത ഓരോ ആടിന്റെ പിൻപിലും 24 മണിക്കൂറും ആടുകളുടെ ക്ഷേമത്തിന് വേണ്ടി മാത്രം ജീവിച്ച ത്യാഗിയായ ഒരു ഇടയനുണ്ടായിരുന്നു. There is always a sacrificial shepherd that is behind every lamb without blemish that makes it to the altar in the courts of the tabernacle. ലോകപ്രകാരം വലിയ നേട്ടങ്ങളൊന്നുമില്ലാത്ത നഷ്ടത്തിന്റെ കണക്കുകൾ മാത്രം പറയുവാനുള്ള ഈ തൊഴിലിൽ അവർ ഉറച്ചു നിന്നതിന്റെ പിൻപിൽ രഹസ്യം നമ്മുടെ ഹൃദയത്തെ പിടിച്ചു കുലുക്കുന്നതാണ്. And so when we understand this secret ministry that the shepherds did, this lowly ministry, it will shake our hearts. എന്തുകൊണ്ടാണ് അവര് ഈ കഷ്ടപ്പെട്ട ജോലിക്ക് വലിയ ലാഭമൊന്നുമില്ലാത്ത വരുമാനമില്ലാത്ത ആ ശുശ്രൂഷയിൽ പിടിച്ചു നിന്നറിയാമോ? Why did they hang on so tightly to this ministry that did not give them any profit? ഞങ്ങൾ വിശ്വസ്തയോടെ ഈ ശുശ്രൂഷ ചെയ്തില്ലെങ്കിൽ, ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇവയെ ഊനമില്ലാത്ത മൃഗങ്ങളാക്കി വളർത്തിയില്ലെങ്കിൽ ഒരു ദിവസം ദേവാലയത്തിലെ ആരാധന നിന്നുപോകും. If we don't take the effort, if we don't take the time to raise these sheep without blemish, one day the worship in the temple will stop. യാഗം കഴിക്കുവാൻ ഇഷ്ടം പോലെ ആടുകളുണ്ട്, പക്ഷെങ്കിൽ യെരൂശലേം ദേവാലയത്തിലെ താമ്രയാഗപീഠത്തിൽ യാഗം കഴിക്കണമെന്നുണ്ടെങ്കിൽ ആ ആട് ഊനമില്ലാത്ത മൃഗമായിരിക്കണം. There are many types of sheep out there, but for worship to continue in the temple, it must be a lamb or a goat without blemish. അധികം ആരും അറിയാത്തൊരു ശുശ്രൂഷയാണ് ഈ പാവപ്പെട്ട ഇടയന്മാർ ചെയ്തുകൊണ്ടിരുന്നത്. And it was a ministry that not many people knew that these shepherds did. ആരുടെയെങ്കിലും അഭിനന്ദനങ്ങളോ കാതടുപ്പിക്കുന്ന കയ്യടിയോ അവർക്കൊരിക്കലും ലഭിച്ചില്ല. They are not people that get the appreciation or thanks of anyone. ഉറക്കമില്ലാത്ത രാത്രികളിലൂടെ ആടുകളെ പരിപാലിക്കുന്നതിന് വേണ്ടി സമ്പൂർണ്ണമായി സമർപ്പിച്ച ജീവിതം. They are people that have completely dedicated their lives to look after the sheep.
ഈ ഇടയന്മാർ കൊണ്ടുവരുന്നതായി ഊനമില്ലാത്ത ആടുകൾക്ക് മാത്രമായ വില നൽകി പുരോഹിതന്മാരങ്ങ് വാങ്ങും. And so many times they bring these lambs without blemish to the temple, and the high priest will buy it from them. ഇവരെ കാണുന്നത് തന്നെ ഈ പുരോഹിതന്മാർക്ക് പുച്ഛമാണ്. And so the priest just hated even to see the shepherd. ആ നാമമാത്രമായി വിലയ്ക്ക് വാങ്ങിയിട്ട് ആടുകളുമായി യാഗം കഴിക്കുവാൻ വരുന്ന വിശ്വാസികളോട് പറയും, ആ ആട് കൊള്ളത്തില്ല, ഊനമില്ലാത്ത ആടുകളെ തരാമെന്ന് പറഞ്ഞ് ഇവരവർക്ക് കൊടുത്ത് വലിയ ലാഭമുണ്ടാക്കുന്ന കറപ്ഷനാണ് കർത്താവ് ജനിച്ച സമയത്ത് യെരുശലേം ദേവാലയത്തിൽ നടന്നുകൊണ്ടിരുന്നത്. So to understand that the corruption during the time of Jesus, these priests would buy blemish-free sheep from the shepherds at a very cheap price, and then when people come to offer at the temple, these high priests would look at the offering that the people would bring and tell them, your sheep has blemish, let me give you one, and sell it at a higher price to make a profit. ഈ ഇടയന്മാർ ചെയ്തത് ശുശ്രൂഷയാണ്, യെരുശലേം ദേവാലയത്തിലെ പുരോഹിതന്മാർ ചെയ്തത് ശുശ്രൂഷയാണ്. And so what these shepherds are doing is a ministry, and what the priest is also doing is a ministry. പക്ഷേ ഇതിന് തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ഇടയന്മാർ ചെയ്തത് ജീവനെ തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് അതായത് വിലമതിക്കാതെ ചെയ്തതായ ശുശ്രൂഷയാണെങ്കിൽ പുരോഹിതന്മാർ ചെയ്ത ശുശ്രൂഷ എന്ന് പറയുന്നത് ശുദ്ധ കച്ചവടം മാത്രമാണ്. And so we understand these are two different ministries. The shepherd's ministry is sacrificing their own time and life for the sheep, whereas the high priest is doing it purely for business. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. Let me shorten my words. ഇതിനകത്ത് ഈ ഇടയന്മാർ യേശുവിനെ വന്ന് കണ്ടു. And we see that these shepherds came to see Jesus. നമുക്കവിടെ കാണുവാൻ ഗുണം കഴിയും. കണ്ട ശേഷം ഈ പൈതലിനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞ വാക്ക് അറിയിച്ചു. And so once they saw the baby, they conveyed these words. അവരവിടെ നിന്ന് പോകുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തിയും പുകഴ്ത്തിയും കൊണ്ടാണ്. And we see that they left after seeing Jesus glorifying and praising God. അവർ വെറും സാധാരണക്കാരെ ഇടയന്മാരായിട്ടാണ് വന്നത്. They came as regular shepherds. എന്നാൽ പലതും യോസേപ്പിനോട് മറിയോട് സംസാരിച്ചു. After they talked to Mary and Joseph. പക്ഷേ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയും സ്തുതിച്ചു കൊണ്ടുപോയ ഈ വ്യക്തികൾക്ക് സംഭവിച്ചത് അവര് ദൈവത്തിന്റെ ദൂതുവാഹികളായി രൂപാന്തരപ്പെടുകയായി. We see in verse 20 they left after seeing Jesus glorifying and praising God, carrying that message with them everywhere. ഞാൻ പറയട്ടെ, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. I will honor those who honor me. ഈ വാഗ്ദത്ത മശീഹ ജനിക്കുമ്പോൾ ആ കുഞ്ഞിനെ ഒന്ന് കണ്ടേച്ചു മരിക്കണമെന്ന് ആഗ്രഹിച്ച 10,000 യഹൂദന്മാർ ഇസ്രായേലിൽ ഉണ്ടായിരുന്നു. There were many thousands of Jews who were eagerly awaiting to see the promised Messiah before they died. ആ സ്വപ്നം പൂർത്തിയാക്കുവാൻ തക്കോണം കഴിയാതെ അവരൊക്കെയും മരിച്ചു മൺമറഞ്ഞു. And many times many of them died without fulfilling that promise. എന്നാൽ ഒരു കാര്യം ഞാൻ ഈ പകൽക്കാലം ഓർപ്പിക്കട്ടെ, എല്ലാ ഹൃദയങ്ങളെ അറിയുന്ന നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല എന്ന് സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അനുഭവിച്ചറിയുവാൻ ദൈവം ഒരുക്കിയത് പാവപ്പെട്ട കുറെ ഇടയന്മാരെയാണ്. And so understanding this, that your hope shall surely not be cut off, God remembered those lowly shepherds. The shepherds transformed into messengers. എത്ര അത്ഭുതകരമായ വിഷയമാണ്. What an amazing story it is for these shepherds to transform into messengers. എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കട്ടെ. സദൃശ്യവാക്യങ്ങൾ 23-18 Let's go to Proverbs chapter 23 verse 18. ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയും. There is surely a future hope for you, your hope will not be cut off. ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചു, സകലതും വിട്ട് ഞങ്ങൾ നിന്നെ അനുഗമിച്ചില്ലേ, ഞങ്ങൾക്ക് എന്ത് കിട്ടും? And so the disciples asked Jesus, if we leave everything and follow you, what will we get? ഈ പാവപ്പെട്ട ഇടയന്മാർ പകൽ അന്തിയോളം അധ്വാനിച്ച് ഭവനത്തിൽ നീണ്ടു നിവർന്ന് കിടക്കുമ്പോൾ അനേക പ്രാവശ്യം ഹൃദയം തകർന്ന് ചോദിച്ചിട്ടുണ്ട്, കർത്താവേ ഇത്രയൊക്കെ ഞങ്ങൾ കഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് എന്തു ഭാവിയാണുള്ളത്? And so these shepherds must have asked, all these things we are suffering, what future do we have? എത്ര രാത്രികളിൽ അവർ കണ്ണുനീരൊഴുക്കി കാണും. How many nights they may have shed tears. ഞങ്ങളെ ആരും ആദരിക്കുന്നില്ലല്ലോ, ഞങ്ങളെ ആരും ഗണിക്കുന്നില്ലല്ലോ. And these shepherds are asking, no one is giving us any mind. പക്ഷെ ഞാനൊരു കാര്യം പറയാം, വാക്കു പറഞ്ഞാൽ മാറാത്തൊരു ദൈവമുണ്ട്. Then let me tell you, there is a God who does not change his word. സമാഗമന കൂടാരത്തിന്റെ ആരംഭം മുതൽ കഷ്ടപ്പെടുവാൻ തുടങ്ങിയതാണ് ഇടയന്മാർ.
And the shepherds that were suffering from the beginning of the tabernacle. ഞങ്ങൾക്ക് എന്ത് കിട്ടും, എന്ത് പ്രതിഫലം കിട്ടും ദൈവം എന്ന് ചോദിച്ച ആ ചോദ്യത്തിന് ഒരിക്കലും മറുപടി കിട്ടിയില്ല. And they didn't get any answer from what these questions they were asking. എന്നാൽ ഒരു രാത്രിയിൽ അവർ പ്രതീക്ഷിക്കാത്തതായ സമയത്ത് ദൈവം തന്റെ ശക്തനായ ദൂതനെ അയച്ചു. But one night in a time they were not expecting, God sent his angel. എല്ലാവരാലും അവഗണിക്കപ്പെട്ടതായ ഇടയന്മാരോട് ആ ശക്തനായ ദൂതൻ പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി കർത്താവായ യേശു എന്ന രക്ഷിതാവ് ദാവീദിൻ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. And so that angel tells these lowly shepherds, they're born to you this day in the city of David. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. He is the God of promises that we worship. ആ അവിടുത്തെ വാഗ്ദാനത്തിന് വേണ്ടി കാത്തിരിക്കാം. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. Let us wait for his promise. May God bless us with these words.